നമസ്കാരം. പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. KHNA ട്രസ്റ്റി ബോർഡ് നേതൃത്വ നിരയിലേക്ക് വനജ നായരും ഡോക്ടർ സുധീർ പ്രയാഗിയും മത്സരിക്കുന്നു. KW കാർണിവൽ ഓഗസ്റ്റ് 30 മിസിസാഗ കേംബ്രിഡ്ജ് ഫ്രഞ്ച് ക്ലബിൽ. KHNAയ്ക്ക് പുതിയ ദിശാബോധം നൽകാൻ നവനേതൃത്വം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസിന്റെ സ്മരണയ്ക്കായി തയ്യാറാക്കിയ സുവനീർ പ്രകാശനത്തിന് തയ്യാറായി. IPC ഫാമിലി കോൺഫറൻസ് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ കാനഡ ഒരുങ്ങി. വാർത്തകൾ വിശദമായി. ഓഗസ്റ്റ് 17 മുതൽ 19 വരെ ന്യൂജേഴ്സി അറ്റ്ലാന്റിക് സിറ്റിയിൽ നടക്കുന്ന ഗ്ലോബൽ ഹിന്ദു സംഗമത്തിന്റെ ഭാഗമായ പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പിൽ ട്രസ്റ്റി ബോർഡ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ന്യൂയോർക്കിൽ നിന്നുള്ള വനജ നായരും സെക്രട്ടറി സ്ഥാനത്തേക്ക് മിസോറി സെന്റ് ലൂയിസ് നിവാസിയായ ഡോക്ടർ സുധീർ പ്രയാഗിയും നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. സംഘടനയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പ്രസിഡന്റും ഡയറക്ടർ ബോർഡും നിർവഹിക്കുമ്പോൾ ധനകാര്യ നിർവഹണത്തിലെ മേൽനോട്ടവും ഓഡിറ്റിംഗും ഉറപ്പുവരുത്തുക, പുതിയ ഭരണസമിതിയെ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ ഇലക്ഷൻ കമ്മീഷനിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യം ഉറപ്പാക്കുക തുടങ്ങിയ സുപ്രധാന ചുമതലകൾ നിർവഹിക്കാനുള്ള സംഘടനയുടെ ഭരണഘടനാ ഘടകമാണ് ട്രസ്റ്റി ബോർഡ്. 2 പതിറ്റാണ്ട് മുൻപ് ഷിക്കാഗോയിൽ നടന്ന കൺവെൻഷൻ മുതൽ KHNAയുടെ സജീവ സഹയാത്രികയായിട്ടുള്ള വനജ നായർ 2 തവണ ഡയറക്ടർ ബോർഡ് അംഗമായും റീജിയണൽ വൈസ് പ്രസിഡന്റായും വിവിധ കൺവെൻഷനുകളിൽ ഉപസമിതികളുടെ സാരഥിയായി പ്രവർത്തിക്കുകയും കഴിഞ്ഞ 2 വർഷമായി ട്രസ്റ്റി ബോർഡ് അംഗമായി തുടരുകയും ചെയ്യുന്നു. ന്യൂയോർക്ക് സിറ്റിയിലെ പഴക്കം ചെന്ന ഹൈന്ദവ കൂട്ടായ്മകളിലൊന്നായ NBA-യുടെ മുൻ പ്രസിഡന്റും നിലവിലെ ട്രസ്റ്റി ചെയർമാനുമായ വനജ നായർ ശ്രീനാരായണ അസോസിയേഷനിലും അയ്യപ്പ സേവാ സംഘത്തിലും സജീവ സാന്നിധ്യമാണ്. ആകർഷകമായ പെരുമാറ്റം കൊണ്ട് സമൂഹത്തിൽ ഒരു വലിയ സുഹൃത്ത് വലയത്തെ സൃഷ്ടിച്ചിട്ടുള്ള ഇവർ മെഡിക്കൽ മേഖലയിൽ നഴ്സ് പ്രാക്ടീഷണറായും യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്കിൽ പാർട്ട് ടൈം നഴ്സിംഗ് അധ്യാപികയായും ജോലി ചെയ്യുന്നു. ട്രസ്റ്റി സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സുധീർ പ്രയാഗ KHNA മുൻ ജനറൽ സെക്രട്ടറിയും ട്രസ്റ്റി ബോർഡ് അംഗവും നിലവിൽ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമാണ്. ഫാർമസ്യൂട്ടിക്കൽ ഗവേഷണ രംഗത്തെ പ്രശസ്ത സ്ഥാപനമായ സെയിന്റ് ലൂയിസ് ആന്റിബോഡി റിസർച്ച് സെന്ററിന്റെ പ്രസിഡന്റും CEOയുമായ ഡോക്ടർ സുധീർ പ്രതിരോധ ഔഷധ ഗവേഷണ രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തോടൊപ്പം കേരളത്തിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിവരുന്ന സുധീർ സെയിന്റ് ലൂയിസിലെ ഓംകാരം എന്ന ഹൈന്ദവ കൂട്ടായ്മയുടെ സ്ഥാപക അംഗവും മുൻ പ്രസിഡന്റും കൊച്ചി ഹിന്ദു ഇക്കണോമിക് ഫോറം മെമ്പറും ഫെഡറേഷൻ ഓഫ് ശ്രീനാരായണ അസോസിയേഷൻസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റുമാണ്. 2025-27 KHNA ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്ന T. ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ടീമിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തിയും പിന്തുണയും നൽകാൻ തങ്ങളുടെ വിപുലമായ പ്രവർത്തന പരിചയവും നേതൃത്വ പാഠവും സഹായകമാകുമെന്ന ശുഭപ്രതീക്ഷയോടെ വനജ നായരും സുധീർ പ്രയാഗിയും കൺവെൻഷൻ പ്രതിനിധികളുടെ അംഗീകാരം അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക് eMalayali. മലയാളി ഹെൽപ്പ് സംഘടിപ്പിക്കുന്ന KW കാർണിവലിന് ഫ്ലാഷ് മോബോടുകൂടി വാട്ടർലൂ പബ്ലിക് സ്ക്വയറിൽ തുടക്കമായി. ഓഗസ്റ്റ് 30 കേംബ്രിഡ്ജ് ഫ്രഞ്ച് ക്ലബിൽ രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് പരിപാടികൾ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 10 മുതൽ രാത്രി 9 വരെ ഡാൻസ് അക്കാദമികളുടെ ഡാൻസുകൾ, കുട്ടികളുടെ ഡാൻസ് മത്സരം, ശിങ്കാരിമേളം, DJ, ഷോപ്പിംഗ്, ഓണച്ചന്ത തുടങ്ങി നിരവധി പരിപാടികൾ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. 4000-ലേറെ പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ കാർണിവലിൽ എല്ലാ മലയാളികളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മലയാളി ഹെൽപ്പ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക് eMalayali. വർഷത്തിന്റെ നിറവിൽ നിൽക്കുന്ന KHNA എന്ന സംഘടനയുടെ നേതൃത്വ നിരയിലേക്ക് പരമ്പരാഗതമായ ഹൈന്ദവ ആചാരങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടുതന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഒരു നവ നേതൃത്വം തയ്യാറെടുക്കുന്നു. സംഘടനാനുഭവവും പ്രവർത്തനക്ഷമതയും ഉൾക്കൊള്ളുന്ന ആതിര സുരേഷാണ് 2025-27 കാലയളവിൽ വലിയ മാറ്റങ്ങൾ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ പിന്തുണയോടെ സംഘടനയ്ക്ക് നേതൃത്വം നൽകാൻ ഒരുങ്ങുന്നത്. നിലവിൽ KHNAയുടെ ജോയിന്റ് സെക്രട്ടറിയായും കഴിഞ്ഞ 4 വർഷമായി മൈഥിലിമ എന്ന
അമ്മമാരുടെ കൂട്ടായ്മയ്ക്കും ലോലിപോപ്പ് എന്ന കുട്ടികൾക്കായുള്ള പരിപാടിക്കും നേതൃത്വം നൽകുന്ന ആതിര സംഘടനയിലെ സജീവ സാന്നിധ്യമാണ്. അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഹൈന്ദവ സംഘടനാ പ്രതിനിധികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നേതൃനിരയായിരിക്കും KHNAയുടെ 2025-27 പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നതെന്ന് ആതിര സുരേഷ് അറിയിച്ചിട്ടുണ്ട്. KHNA എന്ന ഹൈന്ദവ സംഘടനയ്ക്കായി തന്റെ സമയം സമർപ്പിച്ച് ദീർഘകാലമായി പ്രവർത്തനം നടത്തിവരുന്ന ആതിര സുരേഷ് നേതൃത്വം ഏറ്റെടുക്കുന്നത് ഏറെ സന്തോഷകരമാണെന്ന് കാലിഫോർണിയ, ടെക്സസ്, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഫ്ലോറിഡ, പെൻസിൽവാനിയ, ജോർജിയ തുടങ്ങിയ മലയാളികളുടെ നിറസാന്നിധ്യമുള്ള സംസ്ഥാനങ്ങളിലെ വിവിധ ഹൈന്ദവ സംഘടനകൾ വ്യക്തമാക്കിയതിനോടൊപ്പം പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യക്തികൾക്കതീതമായി ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈ കൂട്ടായ്മ KHNAയുടെ ചരിത്രത്തിലേക്ക് തിളക്കമാർന്ന ഏടുകൾ കൂട്ടിച്ചേർക്കാൻ ശക്തമായ ആസൂത്രണങ്ങൾ നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസിന്റെ സ്മരണയ്ക്കായി തയ്യാറാക്കിയ സുവനീർ പ്രകാശനത്തിന് തയ്യാറായി. ജൂലൈ 9 മുതൽ 12 വരെ സ്റ്റാംഫോർഡ്, കണക്റ്റിക്കട്ടിൽ കോൺഫറൻസ് നടക്കും. ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസിന്റെ സുവനീർ കമ്മിറ്റിയുടെയും ഫിനാൻസ് കമ്മിറ്റിയുടെയും 6 മാസത്തെ സമർപ്പിത പ്രവർത്തനങ്ങളെയാണ് സുവനീർ പ്രതിനിധീകരിക്കുന്നതെന്ന് ചീഫ് എഡിറ്റർ JC ജോൺ പറഞ്ഞു. ദീപ്തി മാത്യു, സൂസൻ വർഗീസ്, ചെറിയാൻ പെരുമാൾ, മത്തായി ചാക്കോ, ബിഷേൽ ബേബി, വർഗീസ് ബേബി, ഐറൻ ജോർജ്, ബിസ്മി M വർഗീസ് എന്നിവരടങ്ങുന്ന എഡിറ്റോറിയൽ ബോർഡിന്റെ സഹകരണപരമായ ശ്രമങ്ങൾക്ക് JC കടപ്പാട് അറിയിച്ചു. ഉള്ളടക്കം സമന്വയിപ്പിക്കുന്നതിലും സൃഷ്ടിക്കുന്നതിലും എഡിറ്റോറിയൽ ബോർഡ് ഒരു പ്രധാന പങ്ക് വഹിച്ചു. അച്ചടിച്ച സുവനീറിന് പുറമെ കോൺഫറൻസ് വെബ്സൈറ്റായ fycnead.org പൂർണ്ണ ലേഖനങ്ങളും ഡിജിറ്റൽ ഉള്ളടക്കവും ലഭ്യമാകും. ഇത് കോൺഫറൻസിന്റെ ഓൺലൈൻ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയും പരസ്യദാതാക്കൾക്ക് അധിക മൂല്യം നൽകുകയും ചെയ്യുന്നു. ഈ വർഷത്തെ മുഖ്യ പ്രഭാഷകരുടെയും ഭദ്രാസനത്തിലെയും ഇന്ത്യയിലുടനീളമുള്ള പ്രതിഭാധനരായ എഴുത്തുകാരുടെയും സംഭാവനകൾ സുവനീറിൽ ഉൾപ്പെടുന്നു. വികാരിമാർ, ഭദ്രാസനത്തിലെയും അതിനപ്പുറവുമുള്ള അംഗങ്ങൾ, ലേഖനങ്ങൾ, സൃഷ്ടിപരമായ സംഭാവനകൾ, പരസ്യങ്ങൾ എന്നിവ നൽകിയ നിരവധി വ്യക്തികൾ, ബിസിനസ്സുകൾ എന്നിവരുടെ പിന്തുണയ്ക്ക് ഫിനാൻസ് മാനേജർ ഫിലിപ്പ് തങ്കച്ചൻ അഗാധമായ നന്ദി രേഖപ്പെടുത്തി. സുവനീർ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും മെറ്റീരിയലുകളും സ്പോൺസർഷിപ്പുകളും ശേഖരിക്കുന്നതിനുമായി സുവനീറും ഫിനാൻസ് ടീമുകളും വിവിധ ഇടവകകൾ സന്ദർശിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഉള്ളടക്കത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും കാര്യത്തിൽ സുവനീറിന്റെ വിജയത്തിന് നിർണായകമായ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും ഫിലിപ്പ് തങ്കച്ചൻ എല്ലാ ഇടവകകൾക്കും ഹൃദയംഗമമായ നന്ദി അറിയിച്ചു. ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസിന്റെ 2ാം ദിവസമായ 2025 ജൂലൈ 10 വ്യാഴാഴ്ച അഭിവന്ദ്യ സക്കറിയ മാർ നിക്ളവോസ് സുവനീർ ഔദ്യോഗികമായി പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ആൽബർട്ടയിലെ എഡ്മണ്ടണിലുള്ള മനോഹരമായ റിവർ ക്രീ റിസോർട്ടിൽ ജൂലൈ 17 മുതൽ 20 വരെ നടത്തപ്പെടുന്ന 20ാമത് IPC ദേശീയ കുടുംബ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂലൈ 17 വ്യാഴാഴ്ച വൈകിട്ട് 6:30 നടത്തപ്പെടുന്ന പ്രാരംഭ സമ്മേളനം നാഷണൽ കൺവീനർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്യും. ഇതാ അവിടുന്ന് വാതിൽക്കൽ എന്നുള്ളതാണ് കോൺഫറൻസിന്റെ ചിന്താവിഷയം. വിശ്വാസികൾക്ക് ആത്മീയാനുഗ്രഹത്തിന്റെ ധന്യനിമിഷങ്ങൾ സമ്മാനിക്കാൻ പാസ്റ്റർമാരായ KJ തോമസ്, PT തോമസ്, നിരൂപ് അൽഫോൺസ്, സിസ്റ്റർ അക്സ പീറ്റേഴ്സൺ, സിസ്റ്റർ ഷൈനി തോമസ് തുടങ്ങിയവരെ കൂടാതെ വടക്കേ അമേരിക്കയിലും കാനഡയിലുമുള്ള മറ്റ് നിരവധി അനുഗ്രഹീത ദൈവദാസന്മാർ സമ്മേളനത്തിലുടനീളം വിവിധ സെഷനുകളിൽ ദൈവവചനം ശുശ്രൂഷിക്കും. നാഷണൽ സെക്രട്ടറി ബ്രദർ ഫിന്നി എബ്രഹാം, നാഷണൽ ട്രഷറർ ബ്രദർ എബ്രഹാം മോനിസ് ജോർജ്, യൂത്ത് കോർഡിനേറ്റർ റോബിൻ ജോൺ, വിമൻസ് കോർഡിനേറ്റർ സിസ്റ്റർ സൂസൻ ജോൺസൺ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് നടന്നുവരുന്നതെന്ന് മീഡിയ കോർഡിനേറ്റർ നിബു വെള്ളവന്താനം അറിയിച്ചു. കാനഡയിൽ വെച്ച് ആദ്യമായി നടത്തപ്പെടുന്ന കോൺഫറൻസ് ചരിത്ര മുഹൂർത്തമാക്കുവാനും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നുവരുന്ന ആയിരക്കണക്കിന് വിശ്വാസികളെ സ്വീകരിക്കുവാനും നാഷണൽ, ലോക്കൽ തലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ കമ്മിറ്റികൾ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷിലും കൂടാതെ ആദ്യമായി നടത്തപ്പെടുന്ന ഹിന്ദി സെഷനുകളിലും അവിസ്മരണീയമായ മാധുര്യമേറുന്ന ആത്മീയ ഗാനങ്ങൾ ആലപിക്കാൻ ബ്രദർ ഷെൽഡൻ ബംഗാരയുടെ നേതൃത്വത്തിൽ മികച്ച ഗായക സംഘം സംഗീത ശുശ്രൂഷകൾക്കായി എത്തിച്ചേരും. അമേരിക്കയിലും കാനഡയിലുമായി ചിതറിക്കിടക്കുന്ന 100 കണക്കിന് IPC സഭകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കും. അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട ആൽബർട്ടയിൽ ഗാംഭീര്യമുള്ള റോക്കി പാറക്കെട്ടുകൾ മുതൽ ബാൻസ് നാഷണൽ പാർക്ക്, ജാസ്പർ,
ലേക്ക് ലൂയിസ് എന്നീ പ്രദേശങ്ങളുടെ ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങൾ വരെ ആസ്വദിക്കുവാൻ കഴിയുന്ന സ്ഥലത്താണ് കോൺഫറൻസ് നടത്തപ്പെടുന്നതെന്നുള്ളത് പ്രത്യേകതയാണ്. IBC ഫാമിലി കോൺഫറൻസിന്റെ കഴിഞ്ഞ 20 വർഷത്തെ ചരിത്രം ഉൾപ്പെടുത്തിയ സുവനീർ പ്രകാശന കർമ്മം സമ്മേളനത്തിൽ നിർവഹിക്കും. ചീഫ് എഡിറ്റർ രാജൻ ആര്യപ്പള്ളിൽ അധ്യക്ഷത വഹിക്കും. കോൺഫറൻസിനോടനുബന്ധിച്ച് വിവിധ യോഗങ്ങളുണ്ടായിരിക്കും. പ്രാദേശികമായി ക്രമീകരിക്കുന്ന പരസ്യ യോഗങ്ങളും ട്രാക്ട് വിതരണവും ഈ കോൺഫറൻസിന്റെ ഒരു പ്രത്യേകതയാണ്. ദൈവസ്നേഹത്തിന്റെയും സത്യസുവിശേഷത്തിന്റെയും മകുടോദാഹരണമായി ദൈവജനത്തിന്റെ ഐക്യവും സാഹോദര്യവും വിളിച്ചോതിക്കൊണ്ട് 2 പതിറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഈ കോൺഫറൻസ് അനുഗ്രഹമായി തീരുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംഘാടകർ. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.